ഇല്ല, ഞാൻ ഒരു കാര്യം ഏട്ടത്തിയുടെ അടുത്ത് പറയാൻ വന്നതാ. അത് പറയാതെ എങ്ങനെ പോകുന്നേ? എടാ, അത് പിന്നെ ഞാൻ അന്നേരത്തെ ഒരു ദേഷ്യത്തിന്. അയ്യോ, അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല. ഏട്ടത്തി മൂക്കിൻ തുമ്പത്ത് ദേഷ്യമായിട്ടിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. അത് എന്റെ തെറ്റാ. പക്ഷെ ഞാനിപ്പോ പറയാൻ വന്ന കാര്യം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കിടന്ന ഉറക്കം വരില്ല. അതാ ഞാനിവിടെ കുത്തിപ്പിടിച്ച് നിന്നത്. എന്താ കാര്യം? എന്താന്ന് വെച്ചാ പറ. വേറൊന്നുമല്ല, ആശാനെ ഞാൻ കാണുന്നത് എന്റെ സ്വന്തം ഏട്ടനെ പോലെ തന്നെയാ. അതുകൊണ്ട് തന്നെയാ ഞാൻ ഏട്ടത്തെ തികച്ചും വിളിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നാ അത് എന്റെയും കൂടെ പ്രശ്നമെന്ന് വിചാരിക്കുന്ന ആളാ ഞാൻ. അതിനിപ്പോ എന്താടാ ഉണ്ടായേ? അല്ല, ഇത്രയും മുഖവരെ എന്തിനാ? നിനക്ക് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാൻ പാടില്ലേ? അതല്ല ഏട്ടത്തിയമ്മേ, ഇത് അങ്ങനെ ഒരു പ്രശ്നം ആയതുകൊണ്ടാ. എന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏട്ടത്തമ്മ വിളിക്കുന്നത് എന്തുകൊണ്ട്? എന്നോടുള്ള വിശ്വാസം കൊണ്ടല്ലേ. ആ വിശ്വാസം ഞാനിപ്പോ അങ്ങോട്ടും കാണിക്കണ്ടേ? ഷടാ, ഇതിപ്പോ വലിയ കഷ്ടമായല്ലോ. നീ കാര്യമായിട്ട് പറയേയില്ല. എടാ, ഞാൻ നല്ല ടയർഡായിട്ട് നിൽക്ക. അതുകൊണ്ടാ എനിക്ക് നിന്നോട് അല്പം ദേഷ്യത്തിൽ സംസാരിക്കേണ്ടി വന്നത്. നീ പെട്ടെന്ന് നിനക്ക് പറയാനുള്ളത് പറഞ്ഞാ എനിക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം. അത്രയ്ക്കും തളർന്ന് നിൽക്കുന്നുണ്ടാ പറയുന്നത് അവിവേകമാണെങ്കിൽ എന്നോട് പൊറുക്കണം. എന്റെ അച്ഛന്റെ കുടുംബം തകരുന്നത് ഒട്ടും കണ്ടു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നതാ. എന്റെ അച്ഛനെ ഒരു പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. ഇന്നാ പെൺകുട്ടിക്ക് പൈസ കൊടുക്കുന്നത് ഞാൻ കണ്ടു. തോളി തട്ടി ആശ്വസിപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചപ്പോ പരിചയമുള്ള ആളെന്നൊക്കെ പറയുന്നേ. എടാ, നീ നിന്റെ ആശാനെ കുറിച്ചായി പറയുന്നത്. വിഷ്ണുവേട്ടന്റെ പോക്ക് മോശമാണെന്നാണ് നീ പറയുന്നത്. അയ്യോ, ഞാൻ അങ്ങനെയൊക്കെ പറയൂ? പിന്നെ ഇത് ആരോടോ വന്ന് പറയുന്നതൊക്കെ എനിക്കറിയാം. അങ്ങനെയൊക്കെ കണ്ടപ്പോ എന്റെ പൊട്ടബുദ്ധി തോന്നിയ പൊട്ടത്തരങ്ങളായിരിക്കാം. അല്ല, വിട്ടുകളയല്ലേ ഏടത്തി? എടാ, ആ കുട്ടി എനിക്കറിയാം. വിഷ്ണുവേട്ടന്റെ കൂടെ പഠിച്ചതാ. എന്നെ വിഷ്ണുവേട്ടൻ പരിചയപ്പെടുത്തി തരുകയും ചെയ്തു. എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ എന്നെ ഒളിപ്പിക്കുകയല്ലേ ചെയ്യൂ? അത് ശരിയാ. പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ ആരെങ്കിലും പറയുന്നത് കേട്ട് ഏട്ടത്തമ്മ സംശയിക്കാതിരിക്കാൻ മനഃപൂർവ്വം ആശാൻ ആ പെൺകുട്ടിയെ പരിചയപ്പെടുത്തിയതാണെങ്കിലോ?